ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിദേശ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക മതപണ്ഡിതനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ NIA ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 100ഓളം പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മുഫ്തി ഖാലിദിനെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തതിന് തൊട്ടു പിന്നാലെ ഇരച്ചെത്തിയ ജനക്കൂട്ടം പ്രതിയെ മോചിപ്പിച്ചു കൊണ്ടുപോയിരുന്നു. സംഭവത്തിൽ 111 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. വിദേശ ഫണ്ടിങ് കേസിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു മുഫ്തി ഖാലിദിന്റെ വീട്ടിൽ NIA സംഘം റെയ്ഡ് നടത്തുകയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. തുടർന്ന് പ്രദേശത്ത് നിന്നുള്ള ഒരു വൻ ജനക്കൂട്ടം ഇരച്ചെത്തി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ഖാലിദിനെ മോചിപ്പിച്ചു കൊണ്ടുപോകുകയാണ് ചെയ്തത് എന്ന് ഝാൻസി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ജ്ഞാനേന്ദ്ര സിംഗ് പ്രതികരിച്ചു. ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുക, ജോലി തടസ്സപ്പെടുത്തുക, കസ്റ്റഡിയിലെടുത്ത പ്രതിയെ മോചിപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കണ്ടാലറിയുന്ന 11 പേർക്കെതിരെയും അജ്ഞാതരായ 100 പേർക്കെതിരെയും കേസെടുത്തതായി അദ്ദേഹം അറിയിച്ചു. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ 19 സ്ഥലങ്ങളിൽ NIA പരിശോധന നടത്തിയിരുന്നു. അസം, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, ഗുജറാത്ത്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടത്തിയത് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി അറിയിച്ചു. കേസുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ അടങ്ങുന്ന മൊബൈൽ ഫോണുകൾ, പെൻഡ്രൈവുകൾ, CDകൾ, ഹാർഡ് ഡിസ്കുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി രേഖകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പരിശോധനയിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ നാട് ഇത്രയെങ്കിലും സമാധാനത്തോടെ ജീവിച്ചു പോകുന്നത് NIAയും അതുപോലെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന 4 സംഘമുണ്ട്. മോദി, അമിത്ഷാ, അഡ്വക്കേറ്റ് ജയശങ്കർ, അതുപോലെ അജിത് ഡോവൽ, ഇവരൊക്കെ അധികാര കസേരകളിൽ ഇരിക്കുന്നത് കൊണ്ടും രാജ്യസ്നേഹം ഒന്ന് അവരുടെ സിരകളിലൂടെ ഓടുന്നത് കൊണ്ടുമാണ് ഈ രാജ്യം ഇത്രയെങ്കിലും സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകുന്നത്. ഈ മത ഭീകരതയോടും തീവ്രതയോടും എതിർത്ത് നിൽക്കുന്ന ആരും ഇവരുടെ കണ്ണിലെ കരടാണ്. സംഘം ചേർന്ന് ഇവർ ആക്രമിക്കുന്നത് ഇപ്പോൾ പതിവായിരിക്കുന്നു. അല്ലാഹു അക്ബർ എന്ന ധ്വനികളോടുകൂടിയാണ് ഇവർ വന്നെടുക്കുന്നത്. നമുക്കറിയാം, 59 പേരെ പ്രതിപട്ടികയിൽ ചേർത്ത് NIA കുറ്റപത്രം സമർപ്പിച്ചത് നമ്മൾ കണ്ടിരുന്നല്ലോ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കേസിൽ NIA സമർപ്പിച്ച കുറ്റപത്രത്തെ സംബന്ധിച്ച് ഇവർ അകത്തിങ്ങനെ വല്ലാതെ പുകയുന്നുണ്ടായിരുന്നു ഈ വിഷയം. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കൊച്ചി NIA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 59 പേരായിരുന്നു പ്രതിപട്ടികയിൽ. കരമന അഷ്റഫ് മൗലവിയാണ് 1ാം പ്രതി. ഇതര മതസ്ഥർക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധയുണ്ടാക്കി സമാധാന അന്തരീക്ഷം തകർക്കാനായിരുന്നു ഇവരുടെ നീക്കമെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞു. മുസ്ലിം യുവാക്കൾക്കിടയിൽ ആയുധ പരിശീലനം നടത്തിയെന്നും 2047 ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പ്രതികൾ പ്രവർത്തിച്ചതെന്നും ഇതിനായി ധനസമാഹരണമടക്കം നടത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ടായിരുന്നു. ഭീകര സംഘടനയായ ISISന്റെ പിന്തുണയോടുകൂടിയാണ് രാജ്യത്തെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനൊക്കെയായിരുന്നു ശ്രമം എന്ന് തെളിഞ്ഞു. തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവരെ ഉന്മൂലനം ചെയ്യാൻ PFI പദ്ധതിയിട്ടതായും കുറ്റപത്രത്തിൽ NIA വെടിപ്പായിട്ട് പറഞ്ഞു. ഇതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റുന്ന വസ്തുതകളല്ല. ഈ രാജ്യത്തെ സമാധാനം എങ്ങനെ തകർക്കാം എന്ന് റിസർച്ച് ചെയ്ത് നടക്കുന്നവരാണ് അവര്. അതുകൊണ്ട് ഇസ്ലാമികവൽക്കരിക്കുന്നതിനു വേണ്ടി, കാഫിറുകളെ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി തങ്ങളാൽ സാധിക്കുന്ന എന്ത് വ്യക്തിമുദ്രയാണ് എവിടെയാണ് പതിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ് നടക്കുകയാണ് അവർ. നിരോധിച്ച ശേഷവും ഈ സംഘടന സജീവമായി പ്രവർത്തിക്കുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് വീണ്ടും NIA വ്യാപകമായ പരിശോധന നടത്തി. സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾ ഉൾപ്പെടെ സജീവമാക്കി രഹസ്യ പ്രവർത്തനം തുടരുന്നുണ്ട് എന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2022 സെപ്റ്റംബറിൽ നടത്തിയ റെയ്ഡിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ മിക്ക കേന്ദ്രങ്ങളിലും കേരള പോലീസിന്റെ സഹകരണത്തോടുകൂടി രണ്ടാമതും റെയ്ഡ് നടന്നു. വെളുപ്പിന് 2 മണി മുതൽ റെയ്ഡ് ആരംഭിച്ചു. ഭൂരിഭാഗം കേന്ദ്രങ്ങളിലും രാവിലെ 10 മണിക്ക് മുമ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞു മടങ്ങി. അതുപോലെ NIA കസ്റ്റഡിയിലെടുത്ത മുഹമ്മദ് മുബാറക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യകാല പ്രവർത്തകനാണ് എന്ന് നാട്ടുകാർ പറഞ്ഞു. നിയമബിരുദമെടുത്ത ഇദ്ദേഹം ഹൈക്കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. സംഘടനയുമായി ബന്ധപ്പെട്ട ചില കേസുകൾ കൈകാര്യം ചെയ്തിരുന്നു ഇദ്ദേഹം. ഭാര്യയും അഭിഭാഷകയായിരുന്നു.
നാട്ടിൽ കരാട്ടെ കുങ്ഫു പരിശീലനം നടത്തുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ മറ്റൊരാളുമായി ചേർന്ന് ഓർഗാനിക് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ആരംഭിക്കുന്നു. മുബാറക്കിന്റെ വീട്ടിൽ പുലർച്ചെ 4 മണിക്കാണ് പത്തംഗ NIA സംഘം എത്തുന്നത്. അവിടെ വെച്ച് തന്നെ ചോദ്യം ചെയ്തതിന് ശേഷം വീട് വിശദമായി പരിശോധിച്ചു. മുബാറക്കിന്റെ മാതാപിതാക്കൾ, ഭാര്യ, കുട്ടി എന്നിവരായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. 9 മണിവരെ പരിശോധന നീണ്ടു. തുടർന്നാണ് മുബാറക്കിനെയും കുട്ടി സംഘം പറഞ്ഞത്. വീട്ടിൽ നിന്ന് പണവും മാരകായുധങ്ങളും കണ്ടെടുത്തു എന്ന പ്രചാരണം ശരിയല്ല എന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. ജില്ലയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ നേതാക്കളുടെ വീട്ടിൽ NIA റെയ്ഡിനെത്തി എന്ന വിവരം NIA റെയ്ഡിനെത്തുന്നു. ഈ വിവരം നേരത്തെ തന്നെ ചോർന്നു. അത് പോലീസ് നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും NIA ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുമ്പോൾ നേതാക്കള് പലരും സ്ഥലത്തുണ്ടായിരുന്നില്ല. ആദ്യ റെയ്ഡിൽ തിരുവനന്തപുരത്തെ മുൻ മേഖലാ സെക്രട്ടറിയായ മുഹമ്മദ് റാഷിദ്, സംസ്ഥാന സമിതി അംഗമായിരുന്ന നിസാർ, ജില്ലാ നേതാവായിരുന്ന പഴകുളം സ്വദേശി സജീവ്, ഇവരുടെയൊക്കെ വീടുകളിൽ സജീവമായിട്ട് റെയ്ഡ് നടന്നു. NIA സംഘത്തിന്റെ വാഹനം എത്തുന്നതിന് തൊട്ടു മുമ്പ് റാഷിദ് വീട്ടിൽ നിന്നും പോകുന്നു. ഇവിടെ നിന്ന് ലാപ്ടോപ്പ്, 3 പെൻഡ്രൈവുകൾ, 4 പുസ്തകങ്ങൾ, ഇതൊക്കെ നിസാറിന്റെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോണ്, പിന്നെ PFI പ്രസിദ്ധീകരണങ്ങൾ അടങ്ങിയ ബാഗ്, ഇതൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. ഇവർ ഈ നാട്ടില് സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സജീവിന്റെ വീട് എന്ന പേരിൽ പഴകുളത്തെ മറ്റൊരു വീട്ടിലായിരുന്നു പരിശോധന നടത്തിയതെന്ന് ആ വീട്ടുകാർ ആരോപിച്ചു. പോപ്പുലർ ഫ്രണ്ടിന്റെ ജില്ലാ നേതാവായിരുന്ന ഐത്തിക്കോണില് സജീവ് ഇവിടെ അടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്നത്രേ. വീട് തെറ്റിക്കയറി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് NIA സംഘത്തോടൊപ്പം പോയി പോലീസുകാർ പറഞ്ഞു. നമ്മൾ കണ്ടതാണ് സംഭാലില്. ഷാഹി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഒരു ഉത്തരവ് വരും. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും അഭിഭാഷക സംഘവും ഷാഹി ജുമാ മസ്ജിദിലെത്തുന്നു. പിന്നീട് എന്താണ് അവിടെ കണ്ടത്? അക്രമാസക്തരായ ഒരു കൂട്ടം ജനത തടിച്ചു കൂടുന്നു. അവർ അല്ലാഹു അക്ബർ എന്ന് ഉച്ചത്തിൽ മുഴക്കുന്നു, ശബ്ദം മുഴക്കുന്നു. പിന്നീട് അതിനെ ഏറ്റുചൊല്ലി വലിയ രൂപത്തിൽ മുദ്രാവാക്യമാകുന്നു. കോലാഹലമായി, കോളിളക്കമായി ജനങ്ങൾ വീണ്ടും കൂടി ഇവരെ കല്ലെറിയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെയും അഭിഭാഷകരെയും ഒക്കെ ഈ കൂടി നിന്ന ജനക്കൂട്ടം കല്ലെറിയുന്നു. അവരുടെ വാഹനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുന്നു, തീയിടുന്നു. അങ്ങനെ അക്രമാസക്തമായ രൂപത്തിലേക്ക് ഈ റെയ്ഡ് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പോലീസിന് കണ്ണീർ വാതകം വരെ പ്രയോഗിക്കേണ്ടി വന്നതും കൂടി നിന്ന ജനതയ്ക്കെതിരെ നിറയൊഴിക്കേണ്ടി വന്നതും. അങ്ങനെ NIA ഉദ്യോഗസ്ഥരെ പോലും കടന്നാക്രമണം നടത്തി പ്രതികളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതിലേക്ക് ഈ ജനക്കൂട്ടം വളർന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ല രൂപത്തിലുള്ള ട്രെയിനിങ് കിട്ടുന്നുണ്ട്. ഇനി 100 പേർ, കണ്ടാലറിയുന്ന 11 പേരും അല്ലാത്ത 100 പേർക്കെതിരെയുമാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു നിയമത്തിനും ആരെയും വിട്ടുകൊടുക്കത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ ആളുകളെ ഒരു നിയമവും തൊടത്തില്ല എന്നുള്ള ഒരു ധ്വനി കൂടിയല്ലേ ഇവിടെയും മുഴങ്ങിക്കേൾക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഇന്ത്യൻ ഭരണഘടനാ വകുപ്പുകളും നിയമങ്ങളും ഒന്നും ബാധകമല്ല. ഞങ്ങൾക്ക് ബാധകം ശരീഅത്ത് നിയമമാണ് എന്നിവർ പ്രഖ്യാപിക്കുകയല്ലേ ഈ ചെയ്യുന്നത്. NIAയോടാണ് കളിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കളി അവർ പഠിപ്പിക്കാതെ വിടില്ല എന്ന് പ്രതീക്ഷിക്കാം. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. നന്ദി.